രാവിലെ പൂടലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ നേരെ അടുക്കളയിൽ കയറിയത് കേട്ടോ. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചു കേട്ടോ അമ്മ. അതിന് ശേഷം അത് എന്തൊക്കെയോ കഴുകി വൃത്തിയാക്കണമെന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. നമ്മുടെ വെള്ളച്ചിയമ്മ അതാ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആശ്വാസം പോലെ അവിടെ നല്ല തണലാട്ടോ പൂവിട്ട് അവിടെ മുറ്റത്തിട്ടോ. പിന്നെ ഞാൻ രാവിലെ മുതൽ പറഞ്ഞാൽ എണീച്ചിട്ട് അപ്പാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അലക്കാൻ. അത്രയ്ക്ക് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരുക്ക് അലക്കിയിട്ടു. പിന്നെ അമ്മ ഇതാ ഞാൻ ഇന്നലത്തെ കുറച്ച് മോര് കറിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇറക്കി വെച്ചു. അപ്പോഴത്തേനും അമ്മ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി അടുപ്പത്ത് വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും. ഞാൻ ഉണ്ടാക്കുന്നത് പോലെയേ അല്ല കേട്ടോ. എന്താണെന്നറിയില്ല, കുറേ ദിവസമായിട്ടോ അമ്മ അടുക്കളയിൽ അങ്ങനെ കയറാറേയില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തൊക്കെ ആയിട്ട് പുറത്ത് തന്നെ ആയിരിക്കും. പിന്നെ അത് അമ്മ വിറക് വെട്ടിക്കൂട്ടണം പറഞ്ഞിട്ട് മടാളെ കൂട്ടിയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാം ട്രിപ്പ് ഞാനിനി തുണി അലക്കാൻ പോണ സമയത്ത് ഞാൻ പറഞ്ഞു ഏതായാലും മേമയുടെ വീട്ടിൽ പോയിട്ട് മേമ പൂട്ടൊക്കെ ഒന്ന് കാണാലോ പറഞ്ഞിട്ട് പോയതാട്ടോ. അവിടെ ചെന്നപ്പോൾ മേമ അതാ ഭക്ഷണം ഉണ്ടാക്കണ്ടേ കറിക്ക് തേങ്ങ പൊളിക്കണ എല്ലാം തിരക്കാണ്. അപ്പോൾ നോക്കുമ്പോൾ മേമയുടെ വീടും എൻ്റെ വീടൊക്കെ ഈ തോടിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ നേരെ പുറകിലാണ് മേമയുടെ വീട്. അപ്പോൾ അതാണ്ടോ അവരുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഈ ഇതിലേക്കാണ് കേട്ടോ, നമ്മുടെ തോട്ടിൻ്റെ വക്കത്തേക്കാണ് കേട്ടോ. അവർ പൂവൊക്കെ ഇട്ടത് കണ്ടു നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. മേമ നല്ല അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇടുക കേട്ടോ. അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ചേനയൊക്കെ വളർന്ന് നിൽക്കണ എന്നെയും കൂടി കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് ആള്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ, കഴിഞ്ഞ വർഷം വെട്ടിവെച്ച ചേനയാണ് കുറേശ്ശെ എടുത്തിട്ട് ഇതാ കഴിയാനായി എന്നൊക്കെ പറയായിരുന്നു മേമാട്ടോ. അതും കഴിഞ്ഞ് ഞാനിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇനി ബാക്കിയുള്ളത് അലക്കാനുള്ളത്. ഞാൻ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം മുന്നേ ഇടേണ്ട വീഡിയോസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആപ്പാ പണി തന്നതെന്ന് അറിയില്ല, എഡിറ്റിംഗ് ആപ്പാ പണി തന്നതെന്ന് എനിക്കറിയില്ല. അതോ നമ്മുടെ ഫോൺ ഹാങ് ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ ചെറിയ വീഡിയോസെങ്കിലും ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അപ്പം അങ്ങനെ നേരെ മേമയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതാ ഞാൻ രാവിലെ തൊട്ടി തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഉടുപ്പുകൾ, എൻ്റെ വിരിപ്പ് പുതപ്പ്. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ പണി മാറ്റി വന്നപ്പോഴത്തേനും അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ ഒരേ ബഹളമായിരുന്നു അത്രേ. പിന്നെ ഏട്ടനാണെങ്കിൽ അർജൻറ്റ് ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം കുട്ടീനെയും കൊണ്ട് വരുന്നുണ്ട്, അപ്പോൾ നീ കനാലിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് വന്ന് നോക്കുമ്പോൾ അവളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ കൊണ്ടുവന്ന് കിടത്തി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായാലോ എന്നൊക്കെ ഷോർട്സൊക്കെ ഇടാലോ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഒന്നും ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. ചായ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇതാ കുഞ്ഞാറ്റ എണീച്ചെൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അവൾ എണീച്ചപ്പോൾ ഇന്ന് കുറച്ച് വാശി കേട്ടോ. അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ. ഇന്ന് കുറച്ച് ആൾ പിണങ്ങിയും കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ കരഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പണിക്കൊന്നും സമ്മതിക്കുകയില്ല കേട്ടോ. ഇത് 2 ദിവസം മുന്നേ ഇടണം വീഡിയോസ്, ഇതായി പോകണ്ട, ഗ്യാപ്പ് വരണ്ട എന്നൊക്കെ വിചാരിക്കും നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല കേട്ടോ. കാരണം അമ്മയുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മയാണെങ്കിൽ ചെറിയ പണക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇതാ അടുത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വിറക് വെട്ടാൻ വിളിച്ചു. ഞാനാണെങ്കിൽ പോവാൻ പറ്റുമോ, കുട്ടി അപ്പോഴത്തേനും വരികയും ചെയ്തില്ല. ഞാൻ പിന്നെ എങ്ങനെ പോവുക, ഇവളാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. പാവ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ടോ. പിന്നെ ചായയൊക്കെ വെച്ച് ഞങ്ങൾ കുടിക്കുന്ന സമയത്ത് അമ്മ അതാ വിറക് കെട്ടുകൊണ്ടുവന്നിട്ട് അപ്പോൾ അമ്മേനെയും ചായ കുടിക്കാനൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മ കയറി പോവാണ് കേട്ടോ. ഞാനും വരാം. മേമയുടെ മോനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവൻ്റെ അടുത്ത് കുഞ്ഞാറ്റേനെ നിർത്തിയിട്ട് ഞാനും അമ്മയും കൂടി പോവാണ് കേട്ടോ. വഴിയിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെട്ടിയ കാടാണ്, വീണ്ടും അതേപോലെ വളർന്നിരിക്കുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടി ഇതാ വിറക് വെറുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ. കനാലിൻ്റെ മേളിക്കടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്കുള്ള വഴിക്കടെ ഞങ്ങൾ വന്നിട്ടോ. നമ്മൾ ഈ തച്ചൊക്കെ വെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ പോസ്റ്റ് കാലിൻ്റെ മേലെ കൂടെയൊക്കെ കമ്പിക്കാലിൻ്റെയൊക്കെ മേലെ കൂടെ പോയ ലൈൻ കമ്പിയുടെ മേലെ പോയതൊക്കെ. അപ്പോൾ അതൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. നോക്കുമ്പോൾ ഈ കനാലിൻ്റെ താഴെ നിറച്ച് പാടാണ് കേട്ടോ. അത് കൂടെയൊക്കെ കഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അത് കൂടെയൊക്കെ ആദ്യം വാഴക്കൃഷിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പൊക്കെ കഴുങ്ങി വെച്ചിരിക്കുന്നു. പിന്നെ ഈ മഴക്കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 സൈഡ് ഭയങ്കര കാടാണ് കേട്ടോ. ഇതേ വഴി നടക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.